അതില് കുറച്ചു നേരം കൂടി ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാൽ എന്റെ ജനാലയ്ക്കൽ വന്നിട്ട് കൂവി വിളിക്കുന്ന പാർട്ടിയാണ് ഈ അണ്ണൻ. ഇന്നൊരു ഹമ്മസ് വീഡിയോ ആയാലോ? ഹമ്മസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ചമ്മന്തി പോലത്തെ ഒരു സാധനമാണ്, ഒരു മെഡിറ്ററേനിയൻ ഡിഷാണ്. ആക്ച്വലി അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു സാധനമാണ്. നമ്മുടെ ഈ വെള്ളക്കടല നമ്മൾ കുതിർത്തിട്ട് വേവിക്കുക. ഇത് ഞാൻ തലേ ദിവസം അത് വെച്ച് തന്നെ ചുണ്ടലുണ്ടാക്കി, സുണ്ടൽ എന്ന് ഇവിടെ പറയും. അത് ജസ്റ്റ് ഇങ്ങനെ കടുവറുത്ത് തേങ്ങ ഇട്ട് എടുത്ത് നമുക്ക് ചുമ്മാ ഇങ്ങനെ കുറിക്കാം, സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം. അതിന് അടുത്ത ദിവസമാണ് ഞാൻ ഹമ്മസ് ഉണ്ടാക്കിയത്. അതിന് നമ്മൾ ഈ താഹിനി സോസ് എന്ന് പറഞ്ഞ സാധനം ചേർത്ത്. താഹിനി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ എള്ളാണ്, വെള്ള എള്ള്. അപ്പോൾ നമ്മൾ എള്ള് ആദ്യം വറുത്തെടുക്കുക. അത് മാത്രമേ ഇന്നത്തെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. താഹിനി സോസ് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നേരത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ എള്ള് വറുത്തെടുത്തിട്ട് നമ്മളത് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഇച്ചിരി ജീരകം, ഇച്ചിരി ഉപ്പ് ഇട്ട് നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ ആ താഹിനി സോസ് റെഡിയാവും. എന്നിട്ട് ഞാൻ സോസ് എടുത്ത് പ്രത്യേകം ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല. ഞാൻ ഇതിലേക്ക് തന്നെ നമ്മുടെ ഹമ്മസ് ഉണ്ടാക്കണം. കുറച്ച് ഒലിവ് ഓയിൽ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ നല്ലൊരു സോസ് പോലെ നമുക്കിങ്ങനെ കുഴഞ്ഞ കൺസിസ്റ്റൻസിയിൽ അരഞ്ഞു വരും. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത വെള്ളക്കടല ചേർക്കുക. അപ്പോൾ താഹിനി സോസ് ആണെങ്കിൽ എള്ളു വറുത്ത് ഒലിവ് ഓയിൽ ചേർത്ത് പൊടിച്ചത്, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ലെമൺ ജ്യൂസ്, കടല വേവിച്ചത്, ഗാർലിക്, വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞ് കുറച്ച് ഒലിവ് ഓയിൽ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം, കുറച്ച് ഒലിവ് ഓയിൽ ചേർക്കാം. ചേർത്ത് നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഹമ്മസ് റെഡി. ഇതങ്ങനെ പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങിക്കുകയോ പ്രിസർവേറ്റീവ് ചേർത്തത് വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാം. ഞാനിത് ചട്നി പോലെ ദോശയ്ക്ക് കഴിക്കാൻ നല്ലതാണ്. പിന്നെ ബ്രെഡിൻ്റെ കൂടെയാണ് യൂഷ്വലി ഇത് കഴിക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് എന്തെങ്കിലും സീസണിങ്, ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇടണമെങ്കിൽ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടണം. ഇവിടെ എരിവ് വേണ്ട, ഞാൻ ജസ്റ്റ് മൾട്ടിപ്പിൾ ഹെർബ് സീസണിയാണ് ചേർത്തത്. പിന്നെ ഞാനിന്ന് ബ്രെഡൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ആപ്പിളിൻ്റെ കൂടെ, ആക്ച്വലി ഇത് ഫ്രൂട്ട്സിൻ്റെ കൂടെ വളരെ നല്ലതാണ്. കാരണം ഇതിന് മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ മധുരമുള്ള ആപ്പിളോ പേരയ്ക്കോ ഒക്കെ ആണെങ്കിൽ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എങ്ങനെ ഉണ്ടെന്ന് പറയൂ. ബൈ ബൈ.